So ductile to brittle transition occur in three cases. First one is when the temperature is lowered. The second one is rate of straining is increased, and the third one is notch or notch or stress riser is introduced in the material. ആ മെറ്റീരിയലിനകത്തോട്ട് ഒരു നോച്ച് അല്ലെങ്കിൽ സ്ട്രെസ് റൈസർ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ റേറ്റ് ഓഫ് സ്ട്രെയിനിങ് കൂട്ടുമ്പോൾ അല്ലെങ്കിൽ ടെമ്പറേച്ചർ ലോവർ ചെയ്യുമ്പോൾ ഈ മൂന്ന് കേസുകളിലാണ് ഡക്റ്റൈൽ ടു ബ്രിട്ടിൽ ട്രാൻസിഷൻ ഉണ്ടാകുന്നത്. ഈ മൂന്ന് പോയിന്റ്സ് ക്ലിയർ ആണല്ലോ, എങ്കിൽ മാത്രം അടുത്ത പോയിന്റിലോട്ട് ഞാൻ പോകുന്നുണ്ട്. ഈ മൂന്ന് പോയിന്റ്സ് ക്ലിയർ ആണല്ലോ. ഓക്കെ, ഫസ്റ്റ് നമുക്ക് സെക്കൻഡ് പോയിന്റ് ഡിസ്കസ് ചെയ്യാം. അതായത് റേറ്റ് ഓഫ് സ്ട്രെയിനിങ് ഇൻക്രീസ്. റേറ്റ് ഓഫ് സ്ട്രെയിനിങ് ഇൻക്രീസ് എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താണ്? ഇമ്പാക്ട് ലോഡിംഗ് എന്നല്ലേ അതിന്റെ അർത്ഥം? റേറ്റ് ഓഫ് സ്ട്രെയിനിങ് ഇൻക്രീസ് എന്ന് വെച്ചാൽ ഇമ്പാക്ട് ലോഡിംഗ് എന്നല്ലേ? ഇമ്പാക്ട് ലോഡിംഗ് എന്നല്ലേ? അതായത് ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ പെട്ടെന്ന് റാപ്പിഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. ഇമ്പാക്ട് ലോഡിംഗ് എന്ന് വെച്ചാൽ എന്താണ്? ഇമ്പാക്ട് ലോഡിംഗ് നിങ്ങൾ പേര് കേൾക്കുന്നുണ്ട്. ഇമ്പാക്ട് ലോഡിംഗ് എന്ന് വെച്ചാൽ എന്താണ്? ഇമ്പാക്ട് ലോഡിംഗ് ഈസ് എ ഡൈനാമിക് ലോഡ് വെയർ ലോഡ് ഈസ് സഡൻലി അപ്ലൈഡ്. എന്താണ് ലോഡ്? എങ്ങനെയാണ് ലോഡ്? സ്ലോലി ഒരു ഗ്രാജുവലി ആണ് അപ്ലൈ ചെയ്യുന്നത്, അത് ലോഡ് സഡൻലി ആണ് അപ്ലൈ ചെയ്യുന്നത്? ഇമ്പാക്ട് ലോഡിങ്ങിനകത്ത് ലോഡ് സഡൻലി ആണ് അപ്ലൈ ചെയ്യുന്നത്, അതോ ഗ്രാജുവലി ആണ് അപ്ലൈ ചെയ്യുന്നത്? ഇമ്പാക്ട് ലോഡിങ് സഡൻലി അപ്ലൈ. അപ്പൊ സഡൻലി അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് നോക്കാം. ഇവൻ മെറ്റീരിയൽ ഈ സബ്ജക്റ്റഡ് ടു സഡൻ ഇൻറ്റൻസ് ബ്ലോ, അതായത് സഡൻ ലോഡ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ, ഇമ്പാക്ട് ലോഡ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ, ഇൻ വിച്ച് ദ സ്ട്രെയിൻ റേറ്റ് ഈസ് എക്സ്ട്രീംലി റാപ്പിഡ്. അതായത് ഞാൻ പറഞ്ഞു സ്ട്രെയിൻ റേറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് സംഭവിക്കുന്നത്? ഒരു കേസ് സ്ട്രെയിൻ റേറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോഴാണ് ബ്രിട്ടിൽ ഡക്റ്റൈൽ ടു ബ്രിട്ടിൽ ട്രാൻസിഷൻ നടക്കുന്നത്. സ്ട്രെയിൻ റേറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഡക്റ്റൈൽ ടു ബ്രിട്ടിൽ ട്രാൻസിഷൻ നടക്കുക. അപ്പൊ ഇമ്പാക്ട് ലോഡിങ്ങിന്റെ പ്രത്യേകത എന്താണ്? ഇമ്പാക്ട് ലോഡിങ്ങിന്റെ പ്രത്യേകത എന്താണ്? ഇമ്പാക്ട് ലോഡിന്റെ സ്ട്രെയിൻ റേറ്റ് വളരെ കൂടുതലാണോ കുറവാണോ? ഞാൻ പറഞ്ഞു ഇമ്പാക്ട് ലോഡിങ്ങിന്റെ വെച്ചാൽ എന്താണ്? നമ്മൾ 10 കിലോ ന്യൂട്ടൺ ഫോഴ്സ് ഉണ്ട്. 10 കിലോ ന്യൂട്ടൺ ഫോഴ്സ് നമുക്ക് രണ്ട് രീതിയിൽ കൊടുക്കാം. ഒന്ന്, ഓരോ സെക്കൻഡിൽ ഓരോ കിലോ ന്യൂട്ടൺ വെച്ച് കൂട്ടി കൊടുക്കാം. ഒരു ഫസ്റ്റ് സെക്കൻഡിൽ 1 കിലോ ന്യൂട്ടൺ കൊടുത്ത് അടുത്ത സെക്കൻഡിൽ 1 കിലോ ന്യൂട്ടൺ കൊടുക്കാം. അപ്പോൾ 1, 2, 3, 4, 5, 6, 7, 8, 9, 10 എന്നിങ്ങനെ ഗ്രാജുവലായിട്ട് കൊടുക്കാം. അപ്പൊ അങ്ങനെ ഒരു കേസ് ഉണ്ട്. സെക്കൻഡ് വൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ സഡൻ, വിത്തിൻ ഒരു സെക്കൻഡ് കൊണ്ട് തന്നെ 10 കിലോ ന്യൂട്ടൺ നമ്മൾ ഒറ്റയടി കൊടുക്കുന്നതാണ് എന്ത് പറയുന്നത്? എന്ത് പറയുന്നത്? ഇമ്പാക്ട് ലോഡിംഗ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ഗ്രാജുവലായിട്ട് കൊടുത്തു കഴിഞ്ഞൊരു മെറ്റീരിയൽ ഫെയിൽ ആവുമോ? ഫെയിൽ ആകാനുള്ള ചാൻസ് കുറവാണ്. പക്ഷെ ഈ സഡൻ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാലോ, ഇമ്പാക്റ്റ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാലോ? ഇപ്പം നമ്മുടെ ബോൺസിലൊക്കെ ആയാലും, നമ്മുടെ ബോണില്ലേ, നമ്മുടെ ഹ്യൂമൻ ബോൺസിലൊക്കെ ആയാലും നമ്മൾ ഗ്രാജുവൽ ലോഡിങ് ആണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ബോൺസ് ഫ്രാക്ചർ ആവാനുള്ള സാധ്യത കുറവാണ്. ആ ലോഡിന്, ആ ബോൺസിന് ആ ഒരു ലോഡ് വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു സഡൻ ഒരു ഇമ്പാക്ട് ലോഡിങ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കും? എപ്പോഴും സഡൻ ലോഡിങ്ങിലല്ലേ കൂടുതൽ ഡിഫോർമേഷൻ അല്ലെങ്കിൽ കൂടുതൽ ഫെയിലിയർ ഉണ്ടാവാനുള്ള സാധ്യത. ഓക്കെ, അപ്പൊ നമുക്ക് ഇമ്പാക്ട് ലോഡിങ് കൊടുക്കേണ്ട സമയത്ത് ഒരു ഡക്റ്റൈൽ മെറ്റീരിയൽ എന്തായിട്ട് ബിഹേവ് ചെയ്യും? എന്തായിട്ട് ബിഹേവ് ചെയ്യും? ഇമ്പാക്ട് ലോഡിങ് കൊടുക്കുവാണെങ്കിൽ ഒരു ഡക്റ്റൈൽ മെറ്റീരിയൽ എന്തായിട്ട് ബിഹേവ് ചെയ്യും? ബ്രിട്ടിലായിട്ട് ബിഹേവ് ചെയ്യും. അതാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. ഓക്കെ, അപ്പൊ ഇമ്പാക്ട് ലോഡിങ് കൊടുക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഒരു മെറ്റീരിയൽ, ഡക്റ്റൈൽ മെറ്റീരിയൽ ബ്രിട്ടിലായിട്ട് ബിഹേവ് ചെയ്യും. അപ്പൊ നമുക്ക് ഒരു ടെസ്റ്റ് ഉണ്ട്, ഇമ്പാക്ട് ടെസ്റ്റ് എന്നൊരു ടെസ്റ്റ് ഉണ്ട്. ആ ടെസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും നമ്മുടെ മെറ്റീരിയൽ, നമ്മുടെ സ്പെസിമെൻ എത്രമാത്രം ഡക്റ്റൈലാണ്, അല്ലെങ്കിൽ എത്രമാത്രം ഇമ്പാക്ട് ലോഡിങ് വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. നമുക്ക് ആ ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റും. അപ്പോൾ ഇമ്പാക്ട് ടെസ്റ്റ് എന്ന് പറഞ്ഞ ടെസ്റ്റ് ഉണ്ട്. ദാറ്റ് ടെസ്റ്റ് ഈസ് യൂസ്ഡ് ടു മെഷർ ദി ടഫ്നെസ് ഓഫ് ദ മെറ്റീരിയൽ, എ മെഷർമെന്റ് ഓഫ് കപ്പാസിറ്റി ഓഫ് മെറ്റീരിയൽ ടു സ്റ്റോർ എനർജി ബിഫോർ ദ ഫീൽ. അപ്പോൾ ടഫ്നെസ് എന്ന് വെച്ചാൽ ഞാൻ എന്താണ്? ടഫ്നെസ് എന്ന് വെച്ചാൽ എന്താണ്?
ടഫ്നെസ് എന്ന് വെച്ചാൽ എന്താ? ഞാൻ കഴിഞ്ഞ അവറിൽ പറഞ്ഞതാണ്. വാട്ട് ഈസ് ടഫ്നെസ്? ഒരു മെറ്റീരിയൽ ഫെയിൽ ആകുന്നതിന് മുന്നേ അതിന് അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം എനർജിയെ പറയുന്ന പേരാണ് ടഫ്നെസ് എന്ന് പറയുന്നത്. ടഫ്നെസ് ഡക്റ്റൈൽ മെറ്റീരിയൽസിനാണ് കൂടുതൽ വരുന്നത്, ബ്രിട്ടിൽ മെറ്റീരിയൽസിനകത്താണ് കൂടുതൽ വരുന്നത്. ബ്രിട്ടിൽ മെറ്റീരിയൽസിൽ എലാസ്റ്റിക് ലിമിറ്റ് കഴിയുമ്പോൾ തന്നെ ഫെയിൽ ആയി പോകും അല്ലേ? പക്ഷെ ഡക്റ്റൈൽ മെറ്റീരിയൽസാണോ, എലാസ്റ്റിക് ലിമിറ്റ് കഴിഞ്ഞ് പെർമനന്റ് ഡീഫോർമേഷൻ ഒക്കെ കഴിഞ്ഞ് അതിന് ശേഷം മാത്രമേ അത് ഫെയിൽ ആവത്തുള്ളൂ. അപ്പം ഡക്റ്റൈൽ മെറ്റീരിയൽസിനായിരിക്കും എന്ത് കൂടുതൽ? ടഫ്നെസ് കൂടുതൽ. അപ്പം നമുക്ക് ടഫ്നെസ് നമുക്ക് കൂടുതൽ വരുന്നത് ഡക്റ്റൈൽ മെറ്റീരിയൽ, അതാണ് ഞാൻ പറഞ്ഞത്. ഹൈ ടഫ്നെസ് ഈസ് എക്സിബിറ്റഡ് ബൈ മെറ്റീരിയൽ വിത്ത് ഡക്റ്റിലിറ്റി കൂടുതലും പിന്നെ സ്ട്രെങ്ത് കൂടുതലും ഉള്ള മെറ്റീരിയൽസിനായിരിക്കും ഹൈ ടഫ്നെസ് ഉണ്ടാകുന്നത്. ഇപ്പം ഇമ്പാക്ട് ലോഡിങ് ഉണ്ടാകുന്ന സമയത്ത് ഒരു ഡക്റ്റൈൽ മെറ്റീരിയൽ ആണെങ്കിൽ പോലും അത് ബ്രിട്ടിൽ മെറ്റീരിയലായിട്ട് ബിഹേവ് ചെയ്യും. കാരണം എന്താണ്? നമ്മൾ പറഞ്ഞു ഡക്റ്റൈൽ ടു ബ്രിട്ടിൽ ട്രാൻസിഷൻ്റെ ഒരു റീസൺ എന്താണ്? ഒരു റീസൺ എന്താ? ഡക്റ്റൈൽ ടു ബ്രിട്ടിൽ ട്രാൻസിഷൻ്റെ ഒരു റീസൺ എന്താണ്? മൂന്ന് റീസൺസ് പറഞ്ഞു ഡക്റ്റൈൽ ടു ബ്രിട്ടിൽ ട്രാൻസിഷൻ്റെ. ഡക്റ്റൈൽ ടു ബ്രിട്ടിൽ ട്രാൻസിഷൻ്റെ ഒരു റീസൺ എന്താണ്? എന്താണ്? ഇമ്പാക്ട് ലോഡിങ്. അതിനെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? സ്ട്രെയിൻ റേറ്റ് ഇൻക്രീസ് ചെയ്യുക. അപ്പോൾ നോക്കിയേ, ഡ്യൂറിങ് ഇമ്പാക്ട് ലോഡിങ് the ductile materials with voids and cracks will behave like brittle material and അപ്പം ഇമ്പാക്ട് ലോഡ് ചെയ്യുന്ന സമയത്ത് ആ ഒരു സ്ട്രെയിൻ, ആ ഒരു ലോഡ് ചെയ്യുന്ന ടൈം അല്ലെ, വിത്തിൻ സെക്കൻഡ്സ് കൊണ്ടാണ് അത്രയും ഫോഴ്സ് ആക്ട് ചെയ്തത്. അപ്പോൾ ആ ഒരു ഇമ്പാക്ട് ലോഡ് ചെയ്യുന്ന സ്പെസിമെനകത്ത് ക്രാക്കോ അല്ലെങ്കിൽ വോയിഡ്സോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ വെച്ചിട്ട് ക്രാക്ക് പ്രൊപ്പഗേറ്റ് ചെയ്ത് പെട്ടെന്ന് ആ മെറ്റീരിയൽ എന്ത് സംഭവിക്കും? ആ മെറ്റീരിയൽ എന്ത് സംഭവിക്കും? ഫ്രാക്ചർ സംഭവിക്കാം. അപ്പം നമ്മൾ ഇമ്പാക്ട് ലോഡിങ് ചെയ്ത് നോക്കുന്നത് എന്തിനാണ്? ഒരു മെറ്റീരിയൽ ഡക്റ്റൈൽ ടു ബ്രിട്ടിൽ ട്രാൻസിഷൻ വിധേയമാകുമോ എന്ന് നമുക്ക് അല്ലെങ്കിൽ ഡക്റ്റൈൽ ടു ബ്രിട്ടിൽ ട്രാൻസിഷൻ ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്ത് നോക്കുന്നത്? അല്ലെങ്കിൽ അതിൻ്റെ ടഫ്നെസ് കണ്ടു, എത്രമാത്രം ടഫ്നെസ് ഉണ്ട് ആ മെറ്റീരിയലിന്, അല്ലെങ്കിൽ ഈ ഒരു മെറ്റീരിയൽ എത്ര ലോഡ് കൊടുത്താൽ ബ്രിട്ടിലായിട്ട് ആക്ട് ചെയ്യും, അത് ആ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇമ്പാക്ട് ലോഡിങ് ടെസ്റ്റ് വഴി. ഇമ്പാക്ട് ലോഡിങ് ടെസ്റ്റ് ചെയ്യുന്നത് ഡക്റ്റൈൽ ടു ബ്രിട്ടിൽ ട്രാൻസിഷൻ ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇമ്പാക്ട് ലോഡിങ് ടെസ്റ്റ്. അപ്പോൾ 2 ടൈപ്പ് ഓഫ് ഇമ്പാക്ട് ലോഡിങ് ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ലാബ് ഉണ്ടായിരുന്നെങ്കിൽ 2 ടെസ്റ്റ് നിങ്ങൾ ഈ സെമസ്റ്റർ ചെയ്ത് നോക്കേണ്ടതാണ്. ഒരു ടെസ്റ്റിൻ്റെ പേര് ചാർപി ടെസ്റ്റ് എന്ന് പറയും, രണ്ടാമത്തെ ടെസ്റ്റിൻ്റെ പേര് ഐസോ ടെസ്റ്റ് എന്ന് പറയും. അപ്പോൾ ഇമ്പാക്ട് ലോഡിങ് ഇമ്പാക്ട് ലോഡിങ് ചെയ്യാനുള്ള 2 ടെസ്റ്റാണ് എന്തൊക്കെ? ഇമ്പാക്ട് ടെസ്റ്റ് എന്തൊക്കെയാ? ഒന്ന് ചാർപ്പിയും ഒന്ന് ഐസോഡും. ഓക്കെ, ഈ ചാർപ്പിയും എന്താണെന്ന് പറഞ്ഞേ. ചാർപ്പി ടെസ്റ്റും ഐസോ ടെസ്റ്റും. ഈ ചാർപ്പിയും ടെസ്റ്റും ഐസോ ടെസ്റ്റും എന്തിനാ ചെയ്യുന്നത്? നമ്മൾ ഒരു മെറ്റീരിയലിന്റെ എന്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയാ? എന്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയാ? ടഫ്നെസ്. എന്താണ് ടഫ്നെസ്? അതായത് ടഫ്നെസ് എന്ന് വെച്ചാൽ എന്താണ്? ടഫ്നെസ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു മെറ്റീരിയൽ ഫ്രാക്ചർ ആവുന്നതിന് മുന്നേ എത്രമാത്രം എനർജി അതിന് അബ്സോർബ് ചെയ്യാൻ പറ്റും അല്ലേ, എത്രമാത്രം എനർജി അതിന് വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ടഫ്നെസ് അല്ലേ. അപ്പോൾ ബ്രിട്ടിൽ മെറ്റീരിയൽ ടഫ്നെസ് കൂടുതലാണോ കുറവാണോ? ബ്രിട്ടിൽ മെറ്റീരിയൽസിന് ടഫ്നെസ് കൂടുതലാണോ കുറവാണോ? കുറവാണ്. ഡക്റ്റൈൽ മെറ്റീരിയൽസിന് ടഫ്നെസ് കൂടുതലാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഒരു മെറ്റീരിയലിൻ്റെ ടഫ്നെസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 2 ടെസ്റ്റാണ് എന്തൊക്കെ? ചാർപ്പി ടെസ്റ്റും ഐസോ ടെസ്റ്റും. എന്തൊക്കെയാണ്? 2 ടെസ്റ്റിന്റെ പേരെന്തൊക്കെയാണ്? ചാർപ്പി ആൻഡ് ഐസോഡ്. എന്തൊക്കെ? ചാർപ്പി ആൻഡ് ഐസോഡ്. ഈ ചാർപ്പി ആൻഡ് ഐസോഡ് ടെസ്റ്റിനകത്ത് എന്ത് ടൈപ്പ് ഓഫ് ലോഡിംഗ് ആണ് നമ്മൾ കൊടുക്കുന്നത്? ഗ്രാജുവൽ ലോഡിംഗ് ആണോ, ഇമ്പാക്ട് ലോഡിംഗ് ആണോ, ഏത് ടൈപ്പ് ഓഫ് ലോഡിംഗ് ആണ്?
ഉം? എന്ത് ലോഡിംഗ് ആണ്? എന്ത് ലോഡിംഗ് ആണ്? ഇമ്പാക്ട് ലോഡിംഗ്. ഈ ചാർപ്പി ഐസോ ടെസ്റ്റും തമ്മിൽ എങ്ങനെയാ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇത് ചാർപ്പി ടെസ്റ്റാ. ഓക്കെ, ഈ ചാർപ്പി ടെസ്റ്റിലെ സ്പെസിമെൻ്റെ ഡയമെൻഷനാണ് ഈ കൊടുത്തേക്കുന്നത്. ഓക്കെ, ചാർപ്പി ടെസ്റ്റ് ഡയമെൻഷൻ ലെങ്ത് 55 mm ആയിരിക്കണം, അതിൻ്റെ വിഡ്ത്ത് 10 mm ആയിരിക്കണം, അതിൻ്റെ വിഡ്ത്ത് ഹൈറ്റ് 10 mm ആയിരിക്കും. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ എന്ത് കൊടുക്കും, ഒരു നോച്ച് കട്ട് ചെയ്ത് കൊടുക്കും, ഒരു നോച്ച് കട്ട് ചെയ്ത് കൊടുക്കും. ഓക്കെ, നമ്മളൊരു ഒരു ഒരു സ്പെസിമെൻ എടുക്കുന്നു, ആ സ്പെസിമെൻ്റെ ലെങ്ത് 55 mm, അതിൻ്റെ തിക്നെസ് 55 mm, ഹൈറ്റ് 55 mm, എന്നിട്ട് നമ്മൾ എന്ത് കൊടുക്കുന്നു, എന്ത് കട്ട് ചെയ്ത് കൊടുക്കുന്നു, ഒരു നോച്ച് കട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നോച്ച് കട്ട്, അത്രയും മനസ്സിലായല്ലോ. ആ നോച്ച് കട്ട് ചെയ്തിട്ട് നമ്മളിവിടെ ഇങ്ങനെ സെറ്റ് ചെയ്യുന്നത് കണ്ടോ, കണ്ടോ ഈ ഫിഗറിൽ കാണിച്ച രീതിയിൽ ഞാൻ ഈ സ്പെസിമെനെ സെറ്റ് ചെയ്യുന്നത്. അതായത് 2 സപ്പോർട്ടുണ്ട്, ആ സപ്പോർട്ടിന്റെ നടുക്കായിട്ട് ഞാൻ എന്ത് വെക്കുന്നു, സപ്പോർട്ടിന് നടുക്കായിട്ട് എന്ത് വെക്കുന്നു, എന്ത് വെക്കുന്നത്, സ്പെസിമെൻ വെക്കുന്നത്. എന്നിട്ട് ഞാൻ എന്ത് കൊടുക്കുന്നത് കണ്ടോ, ഇത് നിങ്ങളുടെ ലാബിനകത്ത് ഈ ഒരു അറേഞ്ച്മെന്റ് ഉണ്ട്, ഈ ലാബിനകത്ത് നിങ്ങൾക്ക് അറേഞ്ച്മെന്റ് ഉണ്ട് എന്ന് നോക്കി. ഇത് കണ്ടോ, ഇതൊരു ഇവിടുന്ന് ഒരു വെയിറ്റ് ഇങ്ങനെ ഫിക്സ് ചെയ്തേക്കുക. ഈ വെയിറ്റ് ഇങ്ങനെ നോർമലി ഇങ്ങനെ ആയിരിക്കുന്നത്. ഞാൻ ഇത് വെയിറ്റ് കൊടുക്കുക, ഇതിനകത്ത് ഇമ്പാക്ട് ലോഡിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ വെയിറ്റിനെ ഇങ്ങനെ ഇവിടെ നിന്നിരുന്ന വെയിറ്റിനെ എനിക്ക് ഇങ്ങോട്ട് വലിച്ചു വിട്ടിട്ട് ഇത് ഇവിടെ നിങ്ങൾ ഡ്രോപ്പ് ചെയ്യും. ഇവിടെ നിന്ന് ഡ്രോപ്പ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, ഈ വെയിറ്റ് വന്നിട്ട് എവിടെ ഇടിക്കും, എവിടെ ഇടിക്കും, എവിടെ ഇടിക്കും, നമ്മുടെ സ്പെസിമെനെ ഇടിക്കും. സ്പെസിമെനെ ഇടിച്ചിട്ട് തിരിച്ചു പോകുന്നതാണ് കാണിക്കുന്നത്. അത് സ്പെസിമെനെ ഇടിക്കുമ്പം നമുക്ക് എന്ത് കാണാൻ പറ്റും, എന്ത് കാണാൻ പറ്റും, ഈ സ്പെസിമെൻ എന്ത് സംഭവിക്കും, സ്പെസിമെൻ പൊട്ടിപ്പോവും അല്ലേ, സ്പെസിമെൻ പൊട്ടിപ്പോവും. ആണോ, സ്പെസിമെൻ പൊട്ടിപ്പോവും. സ്പെസിമെൻ ഫ്രാക്ചർ സംഭവിക്കത്തില്ലേ. അപ്പൊ ഫ്രാക്ചർ സംഭവിക്കുമ്പോൾ ഇപ്പോൾ ഈ ഒരു വെയിറ്റ് തിരിച്ച് എത്രമാത്രം ഹൈറ്റിൽ പോകുന്നു, അതൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പൊ ഈ ഒരു സ്പെസിമെനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി കൂടുതൽ എനർജി വേണമെന്നുണ്ടായിരുന്നെങ്കിൽ ഈ ഒരു വെയിറ്റിന്റെ എനർജി ആര് അബ്സോർബ് ചെയ്യുന്നു, ഈ സ്പെസിമെൻ അബ്സോർബ് ചെയ്യുന്നു. അപ്പൊ എന്ത് സംഭവിക്കുന്നു, ഈ വെയിറ്റ് കണ്ട ഇത്രേ വരത്തുള്ളൂ, ഇത്ര വരും. അതായത് ഈ ഒരു സ്പെസിമെൻ ടഫ്നെസ് കൂടുതലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വെയിറ്റിന്റെ എനർജി ആര് അബ്സോർബ് ചെയ്യും, കൂടുതൽ എനർജി ആര് അബ്സോർബ് ചെയ്യും, കൂടുതൽ എനർജി ആര് അബ്സോർബ് ചെയ്യും, സ്പെസിമെൻ അബ്സോർബ് ചെയ്യും. അങ്ങനെ നമുക്ക് ഈ ഒരു മാസിന്റെ അല്ലെങ്കിൽ ഈ ഒരു വെയിറ്റിന്റെ എനർജി കുറഞ്ഞിട്ട് എവിടെ വരത്തുള്ളൂ. അപ്പൊ നമുക്ക് ഇതിനകത്ത് റീഡിംഗ് ഉണ്ട് ഉണ്ടോ, ഇതിനകത്ത് കാലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട് ഉണ്ടോ, ഈ കാലിബ്രേഷൻ അത് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, ടഫ്നെസ് കണ്ടുപിടിക്കാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇത് ടഫ്നെസ് വളരെ കുറവായിട്ടുള്ള മെറ്റീരിയൽ എന്നിരിക്കട്ടെ, അപ്പൊ എന്ത് സംഭവിക്കും, ടഫ്നെസ് വളരെ കുറവായിട്ടുള്ള മെറ്റീരിയൽ എന്നിരിക്കട്ടെ ഇവിടെ ഇരിക്കണം, അപ്പൊ എന്ത് സംഭവിക്കും, നിങ്ങളുടെ കോമൺ സെൻസ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കിയേ. ടഫ്നെസ് വളരെ കുറവാണെന്നുണ്ടെങ്കിൽ ഈ വെയിറ്റ് ഒന്ന് ഇടിക്കുമ്പോൾ ഇത് പെട്ടെന്ന് പൊട്ടിപ്പോവും. പെട്ടെന്ന് പൊട്ടിപ്പോവും. പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന സമയത്ത് ഇതിന്റെ എനർജി കൂടുതലായിരിക്കും കുറവായിരിക്കുമോ ഇടിച്ചു കഴിയുമ്പോഴത്തേനും, കുറച്ച് എനർജി മാത്രം കൊടുത്താൽ മതി ഇത് പൊട്ടിക്കാൻ. അപ്പൊ എന്ത് സംഭവിക്കും, ഇത് എവിടെ വരെ പോകും, എക്സ്ട്രീം ഹൈറ്റ് വരെ പോകും കണ്ടോ, ഇത്രയും ഹൈറ്റ് വരെ പോകും. അതേസമയം ഞാൻ കൂടുതൽ ടഫായിട്ടുള്ള ഒരു മെറ്റീരിയൽ ഇവിടെ വെക്കുന്നിരിക്കട്ടെ, അപ്പൊ ഇത് പെട്ടെന്ന് പൊട്ടുവോ, അപ്പം ഇതിന്റെ എനർജി എന്ത് സംഭവിക്കും, കുറയത്തില്ലേ, അപ്പൊ ഇത് ഇത്രയും ഹൈറ്റിൽ പോവോ, അല്ല. അപ്പൊ നമുക്ക് ആ ഒരു ഹൈറ്റ് ഡിഫറൻസ് നമുക്ക് എവിടുന്ന് മെഷർ ചെയ്യാൻ പറ്റും, എവിടുന്ന് മെഷർ ചെയ്യാൻ പറ്റും,
ഇവിടെ നമുക്ക് കാലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഡയറക്റ്റ് റീഡിങ് ഓഫ് അബ്സോർബ്ഡ് എനർജി, എത്രമാത്രം എനർജി അല്ലെ ഈ ഒരു സ്പെസിമെൻ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു വെയിറ്റിന്റെ എത്രമാത്രം എനർജി അബ്സോർബ് ചെയ്തു എന്നുള്ളത് നമുക്ക് ഡയറക്റ്റ് ഈ ഒരു റീഡിങ്ങിനകത്തുനിന്ന് കാലിബ്രേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പം അങ്ങനെ നമുക്ക് ആ ഒരു മെറ്റീരിയലിന്റെ ടഫ്നെസ് എത്രയാണെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. മനസ്സിലായല്ലോ? അപ്പൊ എങ്ങനെയാണ് നമുക്ക് ചാർപ്പി ടെസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞെങ്കിൽ ലാബിൽ പോയിട്ട് നിങ്ങൾ ചെയ്യേണ്ട ടെസ്റ്റാണിത്. ലാബിൽ നമുക്ക് ഇങ്ങനെ ഒരു സ്പെസിമെൻ തരും, നിങ്ങൾ ഇങ്ങനെ ഒരു വി ഗ്രൂപ്പ് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒരു 2 സപ്പോർട്ടിൻ്റെ ഇടയ്ക്ക് വെക്കുന്നു, എന്നിട്ട് ഈ ഒരു വെയിറ്റ് നമ്മൾ റിലീസ് ചെയ്യുന്നു. അപ്പോൾ വെയിറ്റ് വന്ന് ഇതേ ഒന്ന് ഇടിക്കുമ്പോൾ നമുക്ക് അവർ റീഡിങ് നമുക്ക് നോക്കും. റീഡിങ് നോക്കുമ്പോൾ ആ റീഡിങ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എത്രമാത്രം എനർജി വേണ്ടി വന്നു ആ ഒരു മെറ്റീരിയലിന് ബ്രേക്ക് ചെയ്യാൻ എന്ന് നമുക്ക് അവിടുന്ന് ഡയറക്റ്റ് നമുക്ക് കിട്ടും. മനസ്സിലായോ? അപ്പോൾ ചാർപ്പി ടെസ്റ്റും ഐസോഡ് ടെസ്റ്റും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചാർപ്പി ടെസ്റ്റിനകത്തും ഐസോ ടെസ്റ്റിനകത്തും ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഇതിനകത്ത് സ്പെസിമെൻ്റെ ഡയമെൻഷനുള്ള വ്യത്യാസം. ചാർപ്പി ടെസ്റ്റിനകത്ത് നോക്കി 55 ആ ലെങ്ത് എടുത്തത്, പക്ഷേ ഐസോഡിനകത്ത് എങ്ങനെയാ? ഐസോഡിനകത്ത് എങ്ങനെയാ? ഐസോ ടെസ്റ്റിനകത്ത് ലെങ്ത് എത്രയാ? ലെങ്ത് 75 ആണ്. പിന്നെ വിഡ്ത്തും ഹൈറ്റ് സെയിം ആണ്. പിന്നെ നോച്ചിന്റെ ആംഗിള് 45 ഡിഗ്രി ആയിരിക്കണം. 2 മില്ലിമീറ്റർ ഡെപ്തിലുള്ള നോച്ചും ആയിരിക്കണം. ഇതിനകത്ത് വേറൊരു ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കണ്ടോ, സ്പെസിമെൻ വെക്കുന്നതിനകത്ത് സ്പെസിമെൻ ഡിഫറൻസ്. ഇതിനകത്ത് സ്പെസിമെൻ വെച്ചേക്കുന്നത് ഈ രീതിയിലാണ്, കണ്ടോ, 2 സപ്പോർട്ടിന്റെ ഇടയ്ക്കിട്ട് സ്പെസിമെൻ വെർട്ടിക്കലായിട്ട് വെച്ച് വെക്കുക. ഇവിടെ എങ്ങനെയാ വെച്ചിരുന്നേ? ഇങ്ങനെ ഹൊറിസോണ്ടലായിട്ട് വെച്ചിരുന്നിട്ട് ഇതിനെ ഇടിക്കുന്നു അല്ലേ? ഇടിച്ചിട്ട് ഇതിന് എത്രമാത്രം എനർജി വേണ്ടി വരും ബ്രേക്ക് ചെയ്യാൻ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നു. ആ എനർജിയാണ് എത്രയാണ് ടഫ്നെസ് എന്ന് ഐഡന്റിഫൈ ചെയ്യുന്നത്. അപ്പം ഐസോ ടെസ്റ്റിനകത്ത് ഈ ഒരു സ്പെസിമെൻ വെച്ചേക്കുന്നത് എങ്ങനെയാ? വെർട്ടിക്കലായിട്ടാണ്. ഓക്കെ. പിന്നെ അതിൻ്റെ സ്പെസിമെൻ്റെ ഡയമെൻഷൻസിലുള്ള ഡിഫറൻസ് ഉണ്ട്, അത് നമ്മൾ നോട്ട് ചെയ്യുക. അപ്പോൾ ഈ കാര്യങ്ങളൊന്നും ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ നിങ്ങളുടെ സിലബസിനകത്ത് ഇല്ല. പക്ഷെ ഞാനിത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. എങ്ങനെയാണ് ടഫ്നെസ് ടെസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ചാർപ്പി ആൻഡ് ഐസോ ടെസ്റ്റ് ചെയ്യുന്നത്, നിങ്ങൾ ലാബിൽ പോയി ചെയ്യേണ്ട കാര്യം ഞാനിവിടെ പറഞ്ഞു തന്നതാണ്. ചാർപ്പി ആൻഡ് ഐസോ ടെസ്റ്റ് എന്തിനാണ് ചെയ്യുന്നതെന്നും എങ്ങനെയാണ് ചെയ്യുന്നതെന്നും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്തിനാണ് ചാർപ്പി ഐസോ ടെസ്റ്റ് ചെയ്യുന്നത്? എന്തിനാണോ ചാർപ്പി ആൻഡ് ഐസോ ടെസ്റ്റിൽ എന്തിനാണ് ചെയ്യുന്നത്? ഹലോ, റെസ്പോണ്ട് ചെയ്തേ. സുരഭി ഉണ്ടോ ഇതിനകത്ത്? സുബിൻ, ഏതാ? സുബിൻ ഉണ്ടോ? പറഞ്ഞോ. ചാർപ്പി ഐസോ ടെസ്റ്റ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? അത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഓക്കെ. ഓക്കെ 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 അത്രയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം നമുക്ക് ഇതിൻ്റെ ആപ്ലിക്കേഷൻ നോക്കണം. എങ്ങനെയാണ് ഇതിനകത്ത് ഈ ഒരു ഡക്റ്റൈൽ ടു ബ്രിട്ടിൽ ട്രാൻസിഷൻ നമ്മുടെ ഫോർജിങ് എന്ന് വെച്ചാൽ എന്താണ്? ഫോർജിങ്ങിനകത്ത് എങ്ങനെയാണ് ഡക്റ്റൈൽ ടു ബ്രിട്ടിൽ ട്രാൻസിഷന്റെ ആപ്ലിക്കേഷൻ എന്നുള്ളത് ഒന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഫോർജിങ് എന്ന് വെച്ചാൽ എന്താണെന്നറിയോടാ? ഫോർജിങ് എന്ന പ്രോസസ്സ് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഫോർജിങ് എന്ന പ്രോസസ്സ് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ല. ഓക്കെ, ഞാൻ പറയാം ഫോർജിങ് എന്താന്ന്. ഫോർജിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു മെറ്റീരിയൽ അല്ലെങ്കിൽ ഒരു സ്പെസിമെൻ തരുന്നു. ഈ സ്പെസിമെൻ്റെ ഷേപ്പ് ഈ ഷേപ്പാന്നിരിക്കട്ടെ. എനിക്ക് ഈ ഷേപ്പുള്ള സ്പെസിമെൻ എനിക്ക്
ഇങ്ങനെ ഒരു സ്പെസിമെനായിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പം ഞാൻ ഇത് ചെയ്യുന്നത്, ഇതിനെ ഒരു ഡൈക്കകത്തൂടെ കടത്തി വിട്ട് ഇതിനെ കോൾഡ് വർക്കിംഗ് ചെയ്യുന്നു. എന്താണ്, ഈ ഷേപ്പിലുള്ള ഡൈക്കകത്തൂടെ ഈ മെറ്റീരിയലിനെ കടത്തി വിട്ട് ഞാൻ എന്തെടുക്കുന്നു, ഒരു കോൾഡ് വർക്കിംഗ് ചെയ്യുന്നു. അപ്പം എന്തുവാ, ഡൈയുടെ ഷേപ്പ് എന്താണോ ആ ഷേപ്പ് എവിടെ വരും, ഡൈയുടെ ഷേപ്പ് എന്താണോ ആ ഷേപ്പ് എവിടെ വരും, എന്താണ്, എവിടെ വരും, നമ്മുടെ മെറ്റീരിയലിനകത്ത് വരും. അതാണ് ഫോർജിങ്. അപ്പം നമുക്ക് നമ്മളൊരു അതിനൊരു എന്താ പറയുന്നത്, ഒരു ഫോഴ്സ് കൊടുത്തിട്ട് നമുക്കൊരു പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ ഉണ്ടാക്കിയിട്ട് നമുക്ക് വേണ്ട റിക്വയർഡ് ഷേപ്പിലോട്ടും സൈസിലോട്ടും നമ്മുടെ മെറ്റീരിയലിനെ കൺവേർട്ട് ചെയ്തെടുക്കുന്ന പ്രോസസ്സാണ് ഫോർജിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഫോർജിങ് പ്രോസസ്സിനകത്ത് എന്ത് സംഭവിക്കുന്നത്, നമ്മൾ എന്താണ് ചെയ്യുന്നത്, നമ്മൾ അവിടെ എന്ത് സംഭവിക്കണം, പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ ഉണ്ടാവണ്ടേ. അപ്പോൾ എനിക്ക് ഈ ഒരു ഷേപ്പിലിരിക്കുന്ന ഒരു മെറ്റീരിയൽ, ഒരു സ്പെസിമെനെ എനിക്ക് ഈ ഷേപ്പിലാക്കി എടുക്കണം. ഇങ്ങനെ ഷേപ്പിലാക്കുക, അല്ലെങ്കിൽ എനിക്കൊരു ഷേപ്പ് പറയുവാണ്, ഇങ്ങനൊരു ഷേപ്പിലാക്കി എടുക്കണം. അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ളൊരു ഷേപ്പ് പറയുവാണ്, ഈ ഒരു ഷേപ്പ്, ഈ ഷേപ്പിലാക്കി എടുക്കണം. അപ്പം ഇതിനെ ഇങ്ങനെ ആക്കി എടുക്കണമെങ്കിൽ ഇതിനൊരു ഡൈ ഉണ്ട്. ആ ഡൈക്കകത്തോട്ട് നമ്മൾ ഇത് വെച്ചിട്ട് നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യും. ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോഴത്തേന് എന്ത് സംഭവിക്കും, അവിടെ പ്ലാസ്റ്റിക് ഡീഫോർമേഷൻ നടന്നിട്ട് ആ ഡൈയുടെ ഷേപ്പ് എന്താണോ ആ ഡൈയുടെ ഷേപ്പിലോട്ട് നമ്മുടെ മെറ്റീരിയൽ ആ ഡൈയുടെ ഷേപ്പിലോട്ട് മാറുന്നു അല്ലേ. അപ്പോൾ ഫോർജിങ് നടക്കണമെങ്കിൽ അവിടെ എന്ത് സംഭവിക്കുന്നത്, ഫോർജിങ് നടക്കണമെങ്കിൽ അവിടെ എന്താണ് നടക്കുന്നത്, ഷേപ്പ് മാറുമല്ലേ. ഷേപ്പ് മാറുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അർത്ഥം എന്തുവാണ്, ഡീഫോർമേഷൻ അല്ലേ. ഫോർജിങ്ങിനകത്ത് സംഭവിക്കുന്നത്. ഫോർജിങ്ങിനകത്ത് എന്താ സംഭവിക്കുന്നത്, ഡീഫോർമേഷൻ ആണ്. അപ്പോൾ ഡീഫോർമേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനത്തെ ഡീഫോർമേഷനാണ്, എലാസ്റ്റിക് ഡീഫോർമേഷൻ ആണോ പ്ലാസ്റ്റിക് ഡീഫോർമേഷൻ ആണോ? ഡീഫോർമേഷൻ എന്ന് പറയുമ്പോൾ അവിടുത്തെ ഏതാ, പ്ലാസ്റ്റിക് ഡീഫോർമേഷൻ ആണ് അല്ലേ. പ്ലാസ്റ്റിക് ഡീഫോർമേഷൻ ഉണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് റിക്വയർഡ് ഷേപ്പിലോട്ട് ഇതിനെ മെറ്റീരിയലിനെ കൺവേർട്ട് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നോക്കിയും, in forging process, the forces are applied on raw material such that stresses are induced or greater than yield stress. അപ്പോൾ yield സ്ട്രെസ്സിനെക്കാട്ടും ഹയർ സ്ട്രെസ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. പക്ഷേ എന്താണ്, അൾട്ടിമേറ്റ് സ്ട്രെങ്ത്തിനെക്കാട്ടിലും കുറവുള്ളൊരു ഫോഴ്സ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഈ ഫോർജിങ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഇമ്പാക്റ്റ് ആയിട്ട് ഫോർജിങ് ചെയ്യുക. അതായത് നമ്മൾ ഈ കൊടുക്കുന്ന ഫോഴ്സ് അല്ലെങ്കിൽ കൊടുക്കുന്ന ലോഡ് ഇമ്പാക്റ്റ് ലോഡിങ് ആണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, ഈ മെറ്റീരിയൽ പൊട്ടിപ്പോകാനുള്ള ചാൻസ് വളരെ വളരെ കൂടുതൽ. അപ്പോൾ ഫോർജിങ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഒരു ലോഡ് കൊടുത്തിട്ടാണ്, അല്ലെങ്കിൽ ഒരു ഫോഴ്സ് കൊടുത്തിട്ടാണ് നമ്മുടെ ആ ഒരു സ്പെസിമെനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്, റിക്വയർഡ് ഷേപ്പിലും സൈസിലുമായിട്ട് കൺവേർട്ട് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇമ്പാക്റ്റ് ലോഡിങ്, അപ്പോൾ ഈ ഫോർജിങ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഇമ്പാക്റ്റ് ലോഡിങ് ആണ് കൊടുക്കുന്നെന്നുണ്ടെങ്കിൽ എന്താവാൻ സാധ്യതയുണ്ട്, ആ മെറ്റീരിയൽ എന്താവാൻ സാധ്യതയുണ്ട്, ഇമ്പാക്റ്റ് ലോഡിങ് കൊടുക്കുന്നതിന് എന്ത് സംഭവിക്കും, ആ മെറ്റീരിയൽ പെട്ടെന്ന് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഫോർജിങ് നമുക്ക് 2 രീതിയിൽ ചെയ്യാം. എന്തൊക്കെ രീതിയിൽ ചെയ്യാം, ഫസ്റ്റ് വൺ ഇമ്പാക്റ്റ് ലോഡിങ് ആണ്, സെക്കൻഡ് വൺ പ്രസ് ഫോർജിങ് ആണ്. ഓക്കെ, പ്രസ് ഫോർജിങ് ആണ്. അപ്പം ഇമ്പാക്റ്റ് ലോഡിങ്ങിനകത്ത് ഞാൻ പറഞ്ഞു എങ്ങനെ ലോഡ് അപ്ലൈ ചെയ്യുന്നു എന്നുള്ളത് പറഞ്ഞു അല്ലേ. സഡനായിട്ട് അടിക്ക് ലോഡ് അപ്ലൈ ചെയ്യുന്നത് അവിടെ നമുക്ക് ആ ഒരു മെറ്റീരിയൽ ഫ്രാക്ചർ ആവാൻ അല്ലെങ്കിൽ ബ്രേക്ക് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം പ്രസ് ഫോർജിങ്ങിനകത്ത് എങ്ങനെയാണ്, ഇമ്പാക്റ്റ് ലോഡിങ് എന്ന് പറയുമ്പോഴത്തേന് ഈ ഡിഫോർമേഷൻ ടേക്സ് പ്ലേസ് ഓവർ എ വെരി ഷോർട്ട് ടൈം അല്ലേ, വളരെ കുറഞ്ഞ ഡ്യൂറേഷനുള്ളിലാണ് ഡിഫോർമേഷൻ നടക്കുന്നത്. അതുകൊണ്ട് അവിടെ ആ ഒരു ഫെയിലിയർ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ പ്രസ് ഫോർജിങ്ങിനകത്ത് എന്താ സംഭവിക്കുന്നത്, പ്രസ് ഫോർജിങ് ഇൻവോൾവ് ഗ്രാജുവൽ ബിൽട്ടപ്പ് ഓഫ് പ്രഷർ ടു കോസ് ദ മെറ്റീരിയൽ ടു yield. The time of application is relatively long.
അപ്പോൾ ഇമ്പാക്ട് ലോഡിങ്ങിന് നമുക്ക് ഫോർജിങ് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്ന് ഇമ്പാക്റ്റ് ഫോർജിങ് ഉണ്ട്, ഒന്ന് പ്രസ് ഫോർജിങ് ഉണ്ട്. ഇമ്പാക്ട് ഫോർജിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾ ഓഫ് എ സഡൻ ആയിരിക്കും, സഡൻ ചേഞ്ച് ഇൻ ഷേപ്പ് ആയിരിക്കും. വിത്തിൻ ഒരു ലിമിറ്റഡ് ടൈമിനുള്ളിൽ നമ്മൾ മാക്സിമം ഫോഴ്സ് അപ്ലൈ ചെയ്തു അതിനെ കൺവേർട്ട് ചെയ്തെടുക്കുന്നു. പക്ഷേ ഫോർജിങ്, അതായത് ഫോർജിങ് രണ്ടാമത്തെ കേസായിട്ടുള്ള ഏത് പ്രസ് ഫോർജിങ്ങിനകത്ത് എങ്ങനെയാണ് ചെയ്യുന്നത്? പ്രസ് ഫോർജിങ്ങിനകത്ത് എങ്ങനെയാണ് ചെയ്യുന്നത്? ഗ്രാജുവൽ ബിൽട്ടപ്പ് ഓഫ് പ്രഷർ ടു കോസ് മെറ്റൽ ടു yീൽഡ് അല്ലേ? അത് ടൈം ഓഫ് ആപ്ലിക്കേഷൻ റിലേറ്റീവ്ലി എങ്ങനെയാണ്? ടൈം എങ്ങനെയാണ്? ടൈം ഓഫ് ആപ്ലിക്കേഷൻ റിലേറ്റീവ്ലി ലോ. അപ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര ഡ്രൈ ആയിട്ട് ടോപ്പിക് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? ഈ ഒരു സെക്ഷൻസ് ഡ്രൈ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? ഇതൊക്കെ സിമ്പിളാണ്. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. ജസ്റ്റ് വായിച്ചു നോക്കി, സ്ലൈഡ് ഒരു 1-2 തവണ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അതിനകത്ത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാനും ഒന്നുമില്ല. ഓക്കെ, ഇനി നമുക്ക് അപ്പോൾ ഇമ്പാക്ട് ലോഡിങ്ങിനെ പറ്റി പഠിച്ചു. നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത് ഡക്റ്റൈൽ ടു ബ്രിട്ടിൽ ട്രാൻസിഷൻ ടെമ്പറേച്ചർ ആണ്. ഓക്കെ, ഇപ്പോൾ ഡക്റ്റൈൽ ടു ബ്രിട്ടിൽ ട്രാൻസിഷൻ ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു എങ്ങനെയാണ് ടെമ്പറേച്ചർ കൂടുമ്പോഴാണോ കുറയുമ്പോഴാണോ ഒരു മെറ്റീരിയൽ ബ്രിട്ടിലായിട്ട് മാറുന്നത്? ടെമ്പറേച്ചർ കൂടുമ്പോഴാണോ കുറയുമ്പോഴാണോ ഒരു മെറ്റീരിയൽ ബ്രിട്ടിൽ ആയിട്ട് മാറുന്നത്? ടെമ്പറേച്ചർ കുറയുമ്പോൾ. ഓക്കെ, ഡക്റ്റൈൽ ടു ബ്രിട്ടിൽ ട്രാൻസിഷൻ ടെമ്പറേച്ചർ എന്ന് നോക്കാം. The ductile to brittle transition temperature is the temperature at which the failure mode of a material changes from ductile to brittle. അതായത് ആ ഒരു ടെമ്പറേച്ചറിന് താഴോട്ട് പോയി കഴിഞ്ഞാൽ ആ ഒരു മെറ്റീരിയൽ ഡക്റ്റൈൽ ഫ്രാക്ചറിന് പകരം എന്ത് ഫ്രാക്ചർ ആയിരിക്കും അവിടെ സംഭവിക്കുന്നത്? എന്ത് ഫ്രാക്ചർ ആയിരിക്കും സംഭവിക്കുന്നത്? ഇത് നമ്മൾ എക്സാമ്പിൾ ആയിട്ട് ടൈറ്റാനിക്കിന്റെ ഫെയിലിയർ ഒക്കെ പറഞ്ഞിരുന്നു അല്ലേ? ടൈറ്റാനിക് ആ സമയത്ത് മേ ബി ആ മെറ്റീരിയൽ ഡക്റ്റൈൽ ടു ബ്രിട്ടിൽ ട്രാൻസിഷൻ വിധേയമായിരിക്കാം. അതുകൊണ്ടാകാം അവിടെ എന്ത് സംഭവിച്ചു? എന്ത് സംഭവിച്ചേ? എന്ത് സംഭവിച്ചേ? പറഞ്ഞേ. ഹലോ. ഏ ആ ഓക്കെ. അപ്പോൾ ഈ ഡക്റ്റൈൽ ടു ബ്രിട്ടിൽ ട്രാൻസിഷൻ ടെമ്പറേച്ചർ ചില മെറ്റീരിയൽസിന് ഒരു ഡിസ്റ്റൻറ്റീവ് ട്രാൻസിഷൻ ടെമ്പറേച്ചർ കാണും. അതായത് ഒരു ഫിക്സഡ് ടെമ്പറേച്ചർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്രിട്ടിലായി പോകും. പക്ഷേ കൂടുതൽ മെറ്റീരിയൽസിന് നമുക്കൊരു ഫിക്സഡ് ടെമ്പറേച്ചർ പറയാൻ പറ്റത്തില്ല. ഒരു ട്രാൻസിഷൻ ഈ ഒരു റേഞ്ച് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഒരു ഫിക്സഡ് ടെമ്പറേച്ചർ നമുക്ക് പറയാൻ പറ്റത്തില്ല. ഡക്റ്റൈൽ ടു ബ്രിട്ടിൽ ഒരു ഫിക്സഡ് ടെമ്പറേച്ചർ നടക്കും എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഒരു റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇന്ന് നോക്കിയേ. BCC metals have a transition temperature, but most of the FCC metals have high absorbed energies with energy decreasing gradually. അതായത് ഞാൻ പറഞ്ഞു ഈ ഗ്രാഫിനകത്ത് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. ഇതുണ്ടോ? ഓക്കെ, ഈ രണ്ട് ഗ്രാഫും ചെക്ക് ചെയ്തേ. നിങ്ങൾ ഗ്രാഫിൽ നോക്കിയിട്ട് മനസ്സിലാവും. നോക്കിയേ, ഇവിടെ എന്താ കൊടുത്തേക്കുന്നത്? ടെമ്പറേച്ചർ. ഇവിടെ എന്താ കൊടുത്തേക്കുന്നത്? നോക്കിയേ, എന്താണ് ഇവിടെ കൊടുത്തേക്കുന്നത്? ഫ്രാക്ചർ എനർജി.
നോക്കിയേ, ടെമ്പറേച്ചർ കൂടുമ്പം, ടെമ്പറേച്ചർ കൂടിയ സമയത്ത്, ഹൈ ടെമ്പറേച്ചർ ഉള്ള സമയത്ത് എന്താണ് ടെമ്പറേച്ചർ കൂടുതലുള്ള സമയത്ത് എന്ത് ടൈപ്പ് ഫ്രാക്ചർ ആണ്? ഡക്റ്റൈൽ ഫ്രാക്ചർ ആണ്. ടെമ്പറേച്ചർ കുറയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഒരു റീജിയൻ ഉണ്ട്, ഈ റീജിയനെ പറയുന്ന പേരാണ് ഡക്റ്റൈൽ ടു ബ്രിട്ടിൽ ട്രാൻസ്ഫോർമേഷൻ. അത് ട്രാൻസിഷൻ റീജിയൻ ആണ്. ആ റീജിയൻ കഴിഞ്ഞ് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ബ്രിട്ടിൽ ഫ്രാക്ചർ ആയിരിക്കും സംഭവിക്കുന്നത്. ഈ ഫിഗർ മനസ്സിലായോ? ഉണ്ടോ? ടെമ്പറേച്ചർ കുറയുന്ന സമയത്ത് ഉണ്ടോ ഡക്റ്റൈൽ ഫ്രാക്ചർ ആയിരുന്നു, ഹൈ ടെമ്പറേച്ചർ. ഇങ്ങോട്ട് വരുമ്പോൾ, അതായത് ബ്രിട്ടിൽ ഫ്രാക്ചർ എനർജി, ബ്രിട്ടിൽ മെറ്റീരിയൽസിന്റെ ഫ്രാക്ചർ എനർജി കൂടുതലാണോ കുറവാണോ? ബ്രിട്ടിൽ മെറ്റീരിയൽസിന്റെ ഫ്രാക്ചർ എനർജി കൂടുതലാണോ കുറവാണോ? കുറവാണ്. അന്ന് നോക്കിയേ, ഉണ്ടോ? ബ്രിട്ടിൽ മെറ്റീരിയലിന്റെ ഫ്രാക്ചർ എനർജി കുറവാണ്, ഡക്റ്റൈൽ മെറ്റീരിയൽ ഫ്രാക്ചർ എനർജി കൂടുതലാണ്. ഉണ്ടോ? ഇത് അത് ലോവർ ടെമ്പറേച്ചർ എത്തിയപ്പം ബ്രിട്ടിൽ ഫ്രാക്ചർ ആയി, ഹയർ ടെമ്പറേച്ചർ എത്തിയപ്പം ഡക്റ്റൈൽ ഫ്രാക്ചർ ആയി. കണ്ടോ? ഇതുണ്ട്, രണ്ട് ഫിഗർ കാണിച്ചിട്ടുണ്ട്. ബ്രിട്ടിൽ ഫ്രാക്ചർ ചെയ്യുമ്പോഴത്തേന് എങ്ങനെയാണ്? ഫൈബ്രസ് ആണ് അല്ലേ? ഇതാണ് ഡക്റ്റൈൽ ഫ്രാക്ചർ ആണെങ്കിലോ, സോറി, ബ്രിട്ടിൽ ഫ്രാക്ചറും ഡക്റ്റൈൽ ഫ്രാക്ചറും തമ്മിലുള്ള ഒരു ഫിഗർ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇന്നിപ്പോ ഇത്രയും പറഞ്ഞത് എന്തൊക്കെയാണ് എന്ന് പറഞ്ഞേ. ഇന്നത്തെ ക്ലാസ്സിൽ എന്തൊക്കെ ഡിസ്കസ് ചെയ്തേ? ഇമ്പാക്ട് ലോഡിങ് ഇല്ലേ? ഇമ്പാക്ട് ലോഡിങ് സമയത്ത് എന്ത് സംഭവിക്കും? ഡക്റ്റൈൽ ടു ബ്രിട്ടിൽ ട്രാൻസിഷൻ ഉണ്ടാകും അല്ലേ? അപ്പൊ ഇമ്പാക്ട് എന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാവുന്നത്? അതിനകത്തുള്ള നോച്ച്, സ്ട്രെസ് റേസർ ഒക്കെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആ പോയിന്റിന് ക്രാക്ക് പ്രൊപ്പഗേറ്റ് ചെയ്ത് എന്തായിട്ട് മാറുന്നു? ഫെയിലിയർ ആയിട്ട് മാറുന്നു ഇല്ലേ? ഇമ്പാക്ട് ലോഡിങ് നമുക്ക് ഇമ്പാക്ട് ലോഡിങ് ചെയ്തിട്ടുള്ള 2 ടെസ്റ്റിന്റെ പേര് എന്തൊക്കെയാ? എന്തൊക്കെ 2 ടെസ്റ്റ്? ചാർപ്പി ആൻഡ് ഐസോഡ്. ചാർപ്പി ഐസോഡിനുള്ള ഡിഫറൻസ് എന്തൊക്കെയാ? ചാർപ്പി ടെസ്റ്റും ഐസോഡ് ടെസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ്? രണ്ടിനകത്തും എന്താണ് മെഷർ ചെയ്യുന്നത്? രണ്ടിനകത്ത് നമുക്ക് എന്ത് മെഷർമെന്റ്, എന്ത് നമുക്ക് കിട്ടുന്ന രണ്ട് ടെസ്റ്റ് ചെയ്താലും? ടഫ്നെസ് ആണ് കിട്ടുന്നത്. എന്തോ ഡിഫറൻസ് എന്തുവാ? ചാർപ്പി എങ്ങനെയാണ് ചെയ്യുന്നത്? ഹൊറിസോണ്ടൽ ആയിട്ടാ, കണ്ടോ? പിന്നെ ലെങ്ത് ഡിഫറൻസ് ആണ് അല്ലെ? ഐസോഡ് എങ്ങനെയാണ് ചെയ്യുന്നത്? വെർട്ടിക്കലാണ് അല്ലെ? അതിന്റെ ലെങ്തും ഡിഫറെന്റ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു ഇവിടെ നമുക്ക് എന്തുവാ കിട്ടുന്നത്? ഈ ഒരു റീഡിങ്ങിനകത്ത് നമുക്ക് എന്തുവാ കിട്ടുന്നത്? ആ റീഡിങ്ങിനകത്തുനിന്നും ഈ ഒരു സ്പെസിമിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എത്രമാത്രം എനർജി വേണ്ടി വന്നു എന്നാണ് നമുക്ക് എവിടെ നിന്ന് കിട്ടുന്നത്? പറഞ്ഞേ. എന്താ മിണ്ടാത്തെ? ലാസ്റ്റ് അവർ ആയിട്ടാണോ? എല്ലാവരും മടുത്തോ? ഹലോ? ഓക്കെ, പിന്നെ നമുക്ക് ഈ ഒരു സെക്ഷൻ പറഞ്ഞിട്ട് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, പിന്നെ ലാസ്റ്റ് പറഞ്ഞ ഫോർജിങ്, രണ്ട് രീതിയിൽ ചെയ്യാം ഫോർജിങ്. എന്താണ്? ഒന്ന് ഇമ്പാക്ട് ഫോർജിങ് ഉണ്ട്, പിന്നെന്താണ്? പ്രസ് ഫോർജിങ് ഉണ്ട്. പ്രസ് ഫോർജിങ്ങിന്റെ പ്രത്യേകത എന്താണ്? ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞു ഡക്റ്റൈൽ ടു ബ്രിട്ടിൽ ട്രാൻസിഷൻ പറഞ്ഞു. ഓക്കെ, ബി സി സി മെറ്റൽസിന് ഹാവ് ട്രാൻസിഷൻ ടെമ്പറേച്ചർ, ബട്ട് എഫ് സി സിക്ക് ട്രാൻസിഷൻ കാണത്തില്ല. അതായത് നോക്കി, അതാണ് നീ പറയുന്നത്. നോക്കി, ഉണ്ടോ? ഈ ട്രാൻസിഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ആ ഒരു ടെമ്പറേച്ചറിലാണ് ബ്രിട്ടിൽ ടു
ബ്രിട്ടിൽ ടു ഡക്റ്റൈൽ, ഡക്റ്റൈൽ ടു ബ്രിട്ടിൽ ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നത്. ഞാനിത് പറഞ്ഞ ബി സി സി മെറ്റൽ ഹാവ് ദ ട്രാൻസിഷൻ ടെമ്പറേച്ചർ. പക്ഷേ എന്താണ്, എഫ് സി സി മെറ്റൽസിന് ട്രാൻസിഷൻ ഇല്ല. അതിൻ്റെ അർത്ഥം എന്താണ്? എഫ് സി സി മെറ്റൽസ് ബ്രിട്ടിലും ഡക്റ്റൈലായിട്ട് മാറുന്നത് ഒരു ഫിക്സഡ് ടെമ്പറേച്ചർ കഴിയുമ്പോൾ തന്നെ അതും ചേഞ്ച് ആവും. ഒരു ട്രാൻസിഷൻ ടെമ്പറേച്ചർ അവിടെ ഇല്ല. നിങ്ങൾക്ക് ഈ ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. നോക്കിയേ, ഉണ്ടോ? ബി സി സി നോക്കി, ബി സി സി ഡക്റ്റൈലായിരുന്നു, ബ്രിട്ടിലായിട്ട് മാറുന്നത് എങ്ങനെയാണ്? എങ്ങനെയാണ്? ഇങ്ങനെ ഉണ്ടോ? ഈ ഒരു സ്റ്റേജ് എന്താണ്? ഈ ഒരു സ്റ്റേജ് എന്താണ്? ഡക്റ്റൈൽ ടു ബ്രിട്ടിൽ ട്രാൻസിഷൻ ഇവിടെ നടക്കുന്നത്, കണ്ടോ? പക്ഷേ എഫ് സി സിക്കകത്ത് അങ്ങനെ ഒരു സ്റ്റേജ് പറയാനുണ്ടോ? എഫ് സി സിക്കകത്ത് അങ്ങനെ ഒരു ഡക്റ്റൈൽ ടു ബ്രിട്ടിൽ ട്രാൻസിഷൻ സ്റ്റേജ് പറയാനുണ്ടോ? ഇല്ല. അതാണ് ഈ ഒരു ഇതിനകത്ത് കാണിക്കുന്നത്. ഓക്കെ, ബി സി സി മെറ്റൽ ഹാവ് ട്രാൻസിഷൻ ടെമ്പറേച്ചർ, ബട്ട് പിന്നെന്താണ്, എഫ് സി സി മെറ്റൽസിന് അങ്ങനെ ഒരു ഡക്റ്റൈൽ ടു ബ്രിട്ടിൽ ട്രാൻസിഷൻ ഉണ്ടാവത്തില്ല. ഓക്കെ, അപ്പം നോക്കിയേ, എഫ് സി സി മെറ്റൽ ഹാവ് ഹൈ അബ്സോർബ്ഡ് എനർജി വിത്ത് എനർജി ഡിക്രീസിങ് ഗ്രാജുവൽ ആൻഡ് സംടൈംസ് ഈവൻ ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ഡിക്രീസ്. This effective transition on steel may contribute to the failure of Titanic. അതായത് നോക്കിയേ, എഫ് സി സിക്കകത്ത് എങ്ങനെയാണ് ഡക്റ്റൈൽ ടു വുഡ് ട്രാൻസിഷൻ സഡൻ ആണ്. അതായത് ഒരു ട്രാൻസിഷൻ ടെമ്പറേച്ചർ അങ്ങനെ ഇല്ല. പിന്നെ എങ്ങനെയാണ്? ഉണ്ടോ? ട്രാൻസിഷൻ ടെമ്പറേച്ചർ ഉണ്ടോ എഫ് സി സിക്കകത്ത്? ഈ ഫിഗർ നോക്കിയാൽ അറിയാൻ പറ്റും. ഇല്ല അല്ലേ? അപ്പോൾ ആ ഒരു റീസൺ ആയിരിക്കാം എന്ത്, ഉണ്ടോ? ഇതെന്തിൻ്റെയാണ്? ഒരു ഷിപ്പ് ബ്രേക്ക് ആവുന്നതിനെ കാണിച്ചു വെക്കുവാണ്. പണ്ടൊക്കെ സെക്കൻഡ് വേൾഡ് വാർ നടക്കുന്ന സമയത്ത് ഒരുപാട് ഷിപ്പ് ഇങ്ങനെ ബ്രേക്ക് ആയി അല്ലെങ്കിൽ ഫെയിൽ ആവുന്നത് കണ്ടിട്ടാണ്. പക്ഷെ അന്നൊന്നും അവർക്ക് ആ റീസൺ അറിയത്തില്ലായിരുന്നു. എന്തുകൊണ്ടാണ് ആ ഷിപ്പ് ഇങ്ങനെ ബ്രേക്ക് ആവുന്ന റീസൺ അറിയത്തില്ല. പിന്നാണ് അതിന്റെ സ്റ്റഡിയൊക്കെ നടന്നപ്പോഴാണ് മനസ്സിലായത് എന്ത് സംഭവിച്ചേ. ആ ലോ ടെമ്പറേച്ചർ കൊണ്ട് എന്ത് നടന്നു അവിടെ? ലോ ടെമ്പറേച്ചർ കൊണ്ട് എന്ത് നടന്നു അവിടെ? ഡക്റ്റൈൽ ടു ബ്രിട്ടിൽ ട്രാൻസിഷൻ നടന്നു. അങ്ങനെ ബ്രിട്ടിൽ ആയി കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ചെറിയൊരു ക്രാക്ക് ഉണ്ടെങ്കിൽ പോലും പെട്ടെന്ന് അത് എന്ത് സംഭവിക്കും? ഫെയിൽ ആകും. അപ്പോൾ എനിക്ക് ഇന്നത്തെ ക്ലാസ് പറയാനുള്ളൂ. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് പുതിയൊരു ടോപ്പിക്കായിട്ട് വരാം. ഫറ്റീഗ് എന്ന് പറയുന്ന ടോപ്പിക്കായിട്ട് വരാം. അപ്പോൾ നാളത്തെ ക്ലാസ്സിൽ വരുമ്പോഴത്തേനും നിങ്ങൾ ഫ്രാക്ചർ എന്താണ്, ഫ്രാക്ചറിനകത്ത് എന്തൊക്കെ പഠിപ്പിച്ചു, എങ്ങനെയാണ് ഫ്രാക്ചർ ഉണ്ടാകുന്നത്, എന്തൊക്കെ ടൈപ്പ് ഫ്രാക്ചർ ഉണ്ട്, ഡക്റ്റൈൽ ഫ്രാക്ചർ, ബ്രിട്ടിൽ ഫ്രാക്ചർ, ഫ്രാക്ചറിൻ്റെ ഡക്റ്റൈൽ ഫ്രാക്ചറും ബ്രിട്ടിൽ ഫ്രാക്ചറും തമ്മിലുള്ള ഡിഫറൻസസ്, അവ തമ്മിലുള്ള എന്തൊക്കെ പ്രോപ്പർട്ടീസ് ഉണ്ട്, അതിൻ്റെ പ്രോപ്പർട്ടീസ്, പിന്നെ ഡക്റ്റൈൽ ഫ്രാക്ചറിൻ്റെ മെക്കാനിസം ഡക്റ്റൈൽ ഫ്രാക്ചർ, പിന്നെ അങ്ങനത്തെ കാര്യങ്ങൾ, പിന്നെ എന്തൊക്കെ പറഞ്ഞു, ഞാൻ പറഞ്ഞത് ഗ്രിഫ്റ്റ് തിയറി അല്ലേ, ഗ്രിഫ്റ്റ് തിയറി ഓഫ് ഫ്രാക്ചർ പറഞ്ഞു. അതിനുശേഷം പിന്നെ ഡക്റ്റൈൽ ടു ബ്രിട്ടിൽ ട്രാൻസിഷൻ, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഡക്റ്റൈൽ ടു ബ്രിട്ടിൽ ട്രാൻസിഷൻ, അതിനകത്ത് ഇമ്പാക്ട് ലോഡിങ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു. പിന്നെ എന്താണ് ഡിക്രീസ് ഇൻ ടെമ്പറേച്ചർ. ഇത്രയും കാര്യങ്ങൾ നാളെ വരുമ്പം എല്ലാവരും നോക്കിയിട്ട് വരണം കേട്ടല്ലോ. ഓക്കെ, നമുക്ക് നാളെ അപ്പം പുതിയ ടോപ്പിക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നിങ്ങളുടെ 5ാമത്തെ മൊഡ്യൂളിലെ ഫ്രാക്ചർ എന്ന് പറയുന്ന ടോപ്പിക്ക് ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഫ്രാക്ചർ എന്ന ടോപ്പിക്കിനെ കുറിച്ച് ഇത്രയേ ഉള്ളൂ പഠിക്കാൻ. അത് കറക്റ്റായിട്ട് പഠിക്കുക. എക്സാമിനേഷന് ചോദിക്കുന്ന സെക്ഷനാണ്. നിങ്ങൾ കറക്റ്റായിട്ട് പഠിക്കുക. നമുക്ക് ഫറ്റീഗ് എന്ന് പറയുന്ന ഒരു പുതിയ ഫ്രഷ് ടോപ്പിക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നാളെ വരുമ്പം എല്ലാവരും ഫ്രാക്ചർ നോക്കി പഠിച്ചിട്ട് വരണം. ഓക്കെ.
ഒന്ന് വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം.